ഭാഗവതത്തിൻ്റെ കുട്ടിയാണ് അഥവാ കുട്ടി ഭാഗവതമാണ് നാരായണീയം. കുട്ടി ഭാഗവതമാണ് നാരായണീയം എന്ന് പറയാം. അതെങ്ങനെ നോക്കാം. വേദങ്ങളെ ശ്രുതികളെ അടിസ്ഥാനമാക്കിയാണ് വേദവ്യാസ മഹർഷി ഭാഗവതം രചിച്ചിട്ടുള്ളത്. ഭാഗവതാനുസാരിയായാണ് മേൽപ്പത്തൂര് നാരായണീയവും രചിച്ചിട്ടുള്ളത്. ശ്രീ ഗുരുവായൂരപ്പന്റെ അവതാര ലീലാ കഥാരസാമൃത സിന്ധുവായ ശ്രീമദ് ഭാഗവതത്തിന്റെ സാരം സമുദ്രതമാണ് നാരായണീയം. ശ്രീമദ് ഭാഗവതത്തിന്റെ അമൃത സാരാംശമാണ് നാരായണീയം. അതിനാൽ തന്നെ നമുക്ക് പറയാം, ഭാഗവതത്തിന്റെ കുട്ടിയാണ് നാരായണീയം അഥവാ കുട്ടി ഭാഗവതമാണ് നാരായണീയം.